അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ ഉഴമലയ്ക്കൽ ചക്രവാണിപുരം എന്ന സ്ഥലത്തുള്ള 21 സെന്റ് സ്ഥലം. അപ്പോൾ ആ സ്ഥലം മുഴുവനായിട്ട് കാണിക്കാൻ പോവാണ്. ഇതാണ് ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിൽ. ശരിക്കും ഇതാണ് ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അപ്പോൾ ഈ സ്കൂളിനോട് ചേർന്നാണ് ഈ കാണുന്ന 21 സെന്റ് സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ആ പ്ലോട്ടിലോട്ട് പോവാം. ഇതാണ് ഏത് വാഹനത്തിനും, എത്ര വലിയ വാഹനത്തിനും കടന്നു വരാൻ കഴിയുന്ന റോഡ് തന്നെ ഉണ്ട് ഈ പ്ലോട്ടിലേക്ക്. ഏത് വാഹനത്തിനും കടന്നു വരാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല വീതിയുള്ള റോഡ് തന്നെ ഈ പ്ലോട്ടിലേക്കുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ പ്ലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങും. ഇവിടെ നിന്ന് 21 സെന്റ് സ്ഥലമാണ്. ആ കാണുന്ന പഴയ കെട്ടിടം ഇതിനകത്തുള്ളതാണ്, ഈ സ്ഥലത്തിനകത്തുള്ളതാണ്. ഇതിന് മറ്റൊരു എൻട്രൻസ് കൂടിയുണ്ട്. അപ്പർ സൈഡിലൂടെ വേറെ റോഡ് കൂടെ ഉണ്ട്, അത് കാണിക്കാം. ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ ഉഴമലയ്ക്കൽ ചക്രവാണിപുരം ഈ മേഖല. അപ്പോൾ ഞാൻ പല വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ സ്ഥലത്തോടെ ചേർന്ന്, ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് ഈ വസ്തു ഉള്ളത്. കെട്ടിടം പഴയ കെട്ടിടമാണ്. അപ്പോൾ കിണറുണ്ട്. കിണർ ശരിക്കും ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറാണിത്. ഈ ഭാഗത്തെല്ലാം അങ്ങനെ തന്നെയാണ്. കാരണം ഈ മേഖലയിൽ വെച്ചാൽ ഈ വീടുകളിൽ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. വെള്ളം വറ്റാത്തൊരു കിണറാണ്. അതാണ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ തന്നെ ഇട്ടിരിക്കാൻ കാരണം അതാണ്, നല്ല വെള്ളം വറ്റാത്ത ഒരു കിണറാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന പക്ഷേ ഈ മേഖലകളിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സ്കൂളാണ് ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. അതാണ് ഈ കാണുന്നത്. ഈ കാണുന്ന ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇതിനോട് ചേർന്നാണ് ഈ പ്ലോട്ട് ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ അത്ര അടുത്താണ്. ഉഴമലയ്ക്കൽ സ്കൂളിനോട്, ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിനോട് വളരെ ചേർന്നാണ് ഈ പ്ലോട്ട് 21 സെന്റ് സ്ഥലമുള്ളത്. ചേട്ടാ, നമ്മളെ ഈ കാണുന്നതാണ് ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ. ഞാൻ അറിഞ്ഞു. അപ്പൊ അതിനോട് ചേർന്നാണ് നമ്മുടെ ഈ പ്ലോട്ട് കിടക്കുന്നത്. അതിന്റെ മതിലിന്റെ റോഡ് ചേർന്നുള്ള ഒരു തടത്തിന് ചേർന്ന സ്ഥലവും. ശരി. ഇവിടെ ഹയർ സെക്കൻഡറി +2 അല്ലേ? ഹയർ സെക്കൻഡറി ഉണ്ട്. നല്ല സ്കൂളാണ് ചേട്ടാ. മാത്രമല്ല നല്ലൊരു അന്തരീക്ഷം, നല്ല വേറെ കുഴപ്പമില്ലാത്ത സ്ഥലം. അതാണ് നല്ല അന്തരീക്ഷമാണ്. മാത്രമല്ല ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയ ഒരു നാട് കൂടിയാണ്. ഞാൻ 40 വർഷം താമസിച്ച സ്ഥലമാണ്. അത് ശരി. അങ്ങനെ കുഴപ്പമില്ല. എല്ലാ ടൗണിന്റെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാ സൗകര്യവും എല്ലാ സൗകര്യവും ഇവിടെ നെടുമങ്ങാട് പോകാൻ വേണ്ടി 6.5 കിലോമീറ്റർ ഉണ്ട്. 6.5 കിലോമീറ്റർ നെടുമങ്ങാട് പോകാൻ വേണ്ടി. അപ്പോൾ നിലവിലിവിടെ 12 തെങ്ങുകളുണ്ട്. ചേട്ടാ, ഇതുവഴി പോയി കഴിഞ്ഞാൽ എവിടെ പോകാൻ പറ്റും ചേട്ടാ? കല്ലമ്പലം വഴി കാരനാട് ഇറങ്ങാം. ശരി.
ഇതാണ് നമ്മുടെ വസ്തുവിന്റെ എന്തായിട്ട് വരുന്നത്. ഈ ഭാഗം ഇത്രയും ഭാഗം ഇതെങ്ങനെ വരും, ഇതെങ്ങനെ വരും, ഇങ്ങനെ അങ്ങ് പോകും. നല്ലൊരു അന്തരീക്ഷമുണ്ട്. കാരണം ചില പ്ലോട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ. കാരണം ഫ്രണ്ട് എങ്ങനെ പ്ലോട്ട് തിരിച്ചാലും ഫ്രണ്ട് നല്ല രീതിയിൽ ഫ്രണ്ട് കിട്ടും, ഫ്രണ്ട് നല്ല വീതിക്ക് തന്നെ കിട്ടും. അങ്ങനെയുള്ളൊരു പ്ലോട്ട് തന്നെയാണിത്. ഏത് രീതിയിൽ നമ്മൾ പ്ലോട്ട് തിരിച്ചാലും മുൻവശം വരുന്ന രീതിയിലേ ഏത് വാഹനത്തിനും കയറി പോകാൻ പറ്റുന്ന രീതിയിൽ ഉള്ള രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമുണ്ട്. നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള ഒരു പ്ലോട്ട് തന്നെയാണ്. പിന്നെ ഏറ്റവും പ്രധാനം ഉറച്ച ഭൂമിയാണ്. അപ്പോൾ സാധാരണ ഞാൻ എല്ലാ വീടിലും പറയും പോലെ ഈ വെള്ളം കെട്ടുമെന്നോ മഴ പെയ്താൽ വെള്ളം കെട്ടുമെന്നോ ചെളി കെട്ടുമെന്നോ ഭയമൊന്നും വേണ്ട. അത്രയ്ക്ക് നല്ല ഉറച്ച ഭൂമി തന്നെയാണ്, നല്ല കരഭൂമി തന്നെയാണ്. പിന്നെ വേറെ പ്രത്യേകത ചുറ്റുപാടും നിരവധി വീടുകളുണ്ട്, നിരവധി വീടുകൾ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ താമസത്തിനൊക്കെ വളരെ അനുയോജ്യമാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ ഈ കുറേ നല്ല സാംസ്കാരികമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉയർച്ചയുള്ള ഒരു പ്രദേശമാണിത്. ഒരുപാട് പ്രതിഭകൾക്ക് ജന്മം നൽകിയ നാടാണ് ഈ ഉഴമലയ്ക്കൽ. നേരത്തെ അവർക്ക് പറഞ്ഞതാണ്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇപ്പോൾ ചുറ്റുപാടുള്ള വീടുകളൊക്കെ നല്ല രീതിയിലുള്ള നല്ല ബിൽഡിംഗ്, നല്ല കെട്ടുറപ്പുള്ള വീടുകൾ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ പിന്നെ മാത്രമല്ല നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ, ശുദ്ധവായു ലഭിക്കും. പിന്നെ അതുപോലെ യാതൊരുവിധ മലിനീകരണങ്ങളും ഇവിടെയില്ല. നല്ല പച്ചപ്പാണ്, ഒരു മലിനീകരണങ്ങളും ഇവിടെയില്ല. അതൊരു എടുത്തു പറയത്തക്ക പ്രത്യേകതയാണ്. ഇവിടെ ചേട്ടാ ഈ കിണറിന്റെ കാര്യങ്ങൾ, ഈ വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചേട്ടാ? ഇത് നമ്മൾ ഇത്രയും സ്ഥലം കൊടുത്ത് ഒരു 5 സെന്റ് 6 സെന്റായിട്ട് പ്ലോട്ട് കൊടുത്താലും എവിടെ വെട്ടിയാലും വെള്ളം കിട്ടും, പാറയൊന്നുമില്ല. നമ്മൾ താഴെ അന്യത്തിന് വേണ്ടി ഒരു കക്കത്തിന് വേണ്ടി 12 അടി ആകുന്നപ്പോഴും വെള്ളമായി, പിന്നെ അതിനെ മൂടിയിട്ട് വേറെ മാറ്റി വെട്ടി. ശരി 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 ശരി. അത്രയ്ക്ക് നല്ല വെള്ള സൗകര്യവും നല്ല വേറെ കുഴപ്പമൊന്നുമില്ലാത്ത നല്ല സ്ഥലവും, നല്ല സ്ഥലവും നല്ല പരിസരം എന്ന് വെച്ചാൽ വേറെ കുഴപ്പമുള്ള സ്ഥലമൊന്നുമല്ല. നല്ല മാത്രമല്ല ഉഴമലയ്ക്കൽ എന്ന് എല്ലാവർക്കും അറിയാം. നല്ല സ്ഥലമാണ്. ഈ സ്കൂളിന്റെ പേര് പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയാം. സ്കൂളാണ് ഏറ്റവും വലിയ ക്ഷേത്രവും എല്ലാ സൗകര്യം. ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ, ലക്ഷ്മിമംഗലം ചക്രപാണി ആഡിറ്റ്, ശ്രീ പി ചക്രപാണി ആഡിറ്റോറിയം അല്ലേ? ഇതെല്ലാം ഒരുമിച്ചാണ്. SNDP ശാഖ എല്ലാം 907 നമ്പർ SNDP എല്ലാം ഇതിലുള്ള സ്കൂളിലോട് ചേർന്ന എല്ലാം അവരതിൽ തന്നെ. ശരി. മാത്രമല്ല നല്ലൊരു ഈ നല്ലൊരു അന്തരീക്ഷം വേറെ കുഴപ്പമുള്ള കാര്യമല്ല. അതെ അതെ അതെ, എല്ലാവരും ഇഷ്ടപ്പെടുന്ന. നമ്മൾ താമസിക്കാൻ പറ്റി നമ്മൾ നോക്കുന്നത് വെള്ളം, വെളിച്ചം, വാഹന സൗകര്യം, അതെ, ഒരു നല്ലൊരു അന്തരീക്ഷം, അതെ, അതെല്ലാം ഇവിടെ കിട്ടും, ഉറപ്പാണ്. തീർച്ചയായിട്ടും. അതെ. മാത്രമല്ല നല്ല ഉറപ്പുള്ള ഭൂമിയാണ്, നല്ല കരഭൂമി, നല്ല ഉറപ്പുള്ള ഭൂമി തന്നെയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം.
അപ്പോൾ എന്തുകൊണ്ടും വളരെ മനോഹരമായ ഒരു പ്ലോട്ട് തന്നെയാണിത്. എന്തുകൊണ്ടും വളരെ മനോഹരമാണ്. ഇതാണ് ഈ പ്ലോട്ടിൻ്റെ മറ്റൊരു എൻഡ്. ഇതാണ് ഇങ്ങനെ വരും ഈ ഭാഗം. എനിക്കൊരു ചതുരാകൃതിയിലുള്ള പ്ലോട്ട് തന്നെയാണ്. 21 സെൻറ്റ് സ്ഥലം ചതുരാകൃതിയിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പ്ലോട്ടുകളായിട്ട് തിരിക്കാനും വളരെ എളുപ്പമാണ്. ആര് കണ്ടാലും പ്ലോട്ട് തിരിച്ചാലും ആര് കണ്ടാലും വാങ്ങുന്ന ഒരു ഭൂമി തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളൊരു സ്ഥലം തന്നെയാണ്. നല്ല ഉറപ്പാണ്. ഇത് നല്ല ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ കണ്ടത് 2 ടൗണുകൾക്കിടയിലുള്ള, ആര്യനാടിനും നെടുമങ്ങാടിനും ഇടയിലുള്ള ഉഴമലയ്ക്കൽ ചക്രപാണിപുരത്തുള്ള അതിമനോഹരമായ 21 സെൻറ്റ് സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിനെ പ്ലോട്ടുകളായിട്ടും തിരിച്ചു കൊടുക്കും, അല്ല ഒരുമിച്ച് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും. അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും ആവശ്യക്കാരുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാമെന്ന് ഉടമ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ 1 സെൻറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം രൂപ മാത്രമാണ് 1 സെൻറ്റിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില. പക്ഷേ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ ഒരുപാട് വില കുറച്ച് വരും. കാരണം വെച്ചാൽ സാധാരണ നമ്മൾ ഇവിടെ 4 ലക്ഷം രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ സെൻറ്റിന് 3,50,000, 3.5 ലക്ഷം രൂപ വെച്ച് സെൻറ്റിന് തരാൻ തയ്യാറാണ്. അപ്പോൾ ഒരുമിച്ച് വാങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ലാഭമുണ്ട്. സെൻറ്റിന് 3.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മനോഹരമായ ഭൂമിയുടെ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഉടമയുമായി നേരിട്ട് ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇത് വാങ്ങാൻ സാധിക്കും. എല്ലാവിധ സൗകര്യങ്ങളുമുള്ള തൊട്ടടുത്ത് തന്നെ, ശരിക്കും ഉഴമലയ്ക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മതിലിനോട് ചേർന്നുള്ള അത്ര അടുത്തുള്ള ഈ അതിമനോഹരമായ ഭൂമി സ്വന്തമാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ ഉടമയായി ബന്ധപ്പെടാം. ഞാൻ ഉടമയുടെ നമ്പർ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഓക്കെ.